അടുത്ത പരിപാടി മാ പ്രസിദ്ധീകരണം. അടുത്ത പരിപാടി മാ സ്വീകരണം. നല്ല സിനിമയാണ്. എന്താ സിനിമ? മമ്മൂട്ടിന്റെ ഡയലോഗ് ഒരു കിണ്ടലല്ലേ, വന്ന് വീണൂടുന്നല്ലേ. പക്ഷെ വേറെ ഒന്നല്ലേ, മോഹൻലാൽ അനായാസമായിട്ട് അഭിനയിക്കോട്ടെ, ഡാൻസ് അല്ലോ. മമ്മൂട്ടി ഡാൻസ് ഇല്ല, പക്ഷെ നല്ല പൗരുഷമുള്ള കഥ അല്ലേ. പിന്നെ പ്രേതോ, എന്ത് പ്രേതോ എന്നോട് എന്ന് പറഞ്ഞോട്ടെ. കാരണം എനിക്കിത് വായിക്കുന്നതിന് ഇങ്ങനെ പോകും. ഈ കാലം പരീക്ഷ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഓഫീസ് റൂമിൽ സുഖമായിട്ട് വായിക്കാൻ ഫാനും കിട്ടിയാലും ലൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേറെ വായിച്ചത് മനസ്സിലാവില്ല. ഇത് പോരെ കൊണ്ട് പിള്ളേർ പിടിച്ചേറ്റോട് വായിക്കും. എന്നാ ഒരു കാര്യം ചെയ്തോ, ഇന്റെ പേർക്ക് ഞാൻ പോരാ, നമുക്ക് രണ്ടാക്കും ഇന്റെ പേർക്ക് പോലോ. അത് വേണ്ടേ, എനിക്ക് വേറെ ആളുടെ വായിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വായിച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല വേണ്ട അങ്ങനെയല്ലേ? ഈ നാളെ പുറത്താരോടും പറയാറ്. എനിക്ക് പ്രേതങ്ങളെല്ലാം ഭയങ്കര പേടിയാണ്. ഉള്ള പറയണ്ട, പുറത്തിങ്ങനെ ധൈര്യം ഇങ്ങനെ പറയണ്ട. പേടി എല്ലാവർക്കും പേടിയില്ല. ഒന്നാമത് എന്താണെന്നറിയോ, അയച്ചാൽ ഒരു സിനിമ നമ്മൾ ഇന്ന് കാണണ്ടേ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം അത് കാണണ്ടേനും. പ്രേതങ്ങൾ എണീറ്റ് നടക്കുന്ന ദിവസമാവരും. കുരിശുണ്ട് അതിൻ്റെ അടുത്ത്? അല്ലെങ്കിൽ കുരിശും പിടിച്ചാലും ഇപ്പൊ ചേട്ടാമർ വരുന്നത് കുരിശുണ്ടായിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്നാ ഒരു കാര്യം ചെയ്താലോ, ഞാൻ എന്റെ പുരക്ക് വരണ്ടാലോ? ഞാൻ എന്നാ ഇവിടെ ഇരിക്കഞ്ഞ് വായിച്ചോ. ഞാൻ എന്താ അങ്ങനെ പറയുന്നറിയോ, ഈ പുറത്ത് നാളാരോട് പറയാറേ, എന്റെ പുരക്ക് പോകണ്ട വൃത്തിക്കമാൻ്റെ വഴി കൂടിയല്ലേ. അവിടെ പണ്ടൊരു ചാത്തുവറ്റം കച്ചവടം ചെയ്ത് എനിക്ക് ഓർമ്മ ഉണ്ടോ? അല്ല, പേടിപ്പിക്കുന്നല്ല, ചാത്തുവറ്റൻ തൂങ്ങി മരിച്ചതാ. വീടിയെ കടായി പോയിട്ട് ആളുകൾ കടമായിട്ട് പൈസ കൊടുക്കുന്നില്ല, കടം പിടിച്ചിട്ട് ചാത്തുവറ്റൻ തൂങ്ങി മരിച്ചതാ വൃത്തിക്കമാൻ്റെ മുകളിൽ. ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കൊടുക്കാനുള്ളിൽ പോകുമ്പോൾ ഓരോ വിളിയാ, വെക്കടാ എന്റെ പൈസ, ആളെ കാണുമല്ല. ആള് കണിഞ്ഞു വയ്ക്കുന്ന ഞാനൊരു 28 ഉറുപ്പ്യ കൊടുക്കാനുണ്ടായിരുന്നു വീടിയിൽ. അതുകൊണ്ടല്ലേ ചത്ത് 28 ചാവില്ലല്ലോ, അത് കൊടുക്കാനുണ്ടായിരുന്നു. അയ്യൊരു പേടി കൊണ്ടാ ഞാൻ പറയുന്നത്. എന്നെ ഒന്ന് വൃത്തിക്കമാൻ്റെ അപ്പുറം അത്തിച്ചെറിഞ്ഞ് പോയി. എന്നോടൊരു കാര്യം പറഞ്ഞേട്ടെ, തുലാപ്പത്തിന്റെ തുലാപ്പത്ത് മോനുണ്ടോ? മോനുണ്ട്. മോൻ്റെ കൊടുത്തേക്ക് ആത്ത് വെച്ച് കൊടുത്തേക്കട്ടെ. തുലാപ്പത്തെല്ലാം കാക്കാൻ തൽക്കാലം പുറക്കത്തോലെ ഞാൻ പറഞ്ഞു. അതാ എങ്ങനെയെങ്കിലും പുറക്കത്തി തരും. ഒരു പേടിയില്ല, എന്ത് പേടിക്കാനാ? ചെറുപ്പക്കാരനും എന്ത് പ്രേതോ, ഇതെന്താ 28 രൂപ ആളുകൾ കൊല്ലുന്ന ഒരു ധൈര്യം കേടില്ല. ഇങ്ങനെ ഒരു പോരി, അതാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പിന്നെ ഇതിന്റെ തിരുമ്പിന്റെ എന്തോ സാധനം എന്ത് ചെയ്യാനാ? കണ്ടിയോനാ നാളെ കണ്ടില്ല എന്നെല്ലാം വരുമല്ലേ. ഇത് പുറത്ത് പറഞ്ഞ കാര്യമില്ല ഇപ്പോഴത്തെ കാലം. ഇന്ന് കണ്ടാ ഇന്ന് കണ്ടു. അത് ശരിയല്ല. വേള പിടിക്കാതെ ജീവിക്കണം. അതിന് ഓടിയാ പോരെ. പിന്നെ ഒരു കാര്യം ചെയ്യണം, എന്റെ കൂറ്റ് കേട്ടാലും ഇനി വരണം. കൂറ്റ് കേട്ടിക്കില്ല, കൂറ്റ് കേട്ടാലും ചാത്തുവട്ടം വേള പിടിച്ച് ഞെക്കി കൊല്ലുന്നാന്ന് വിചാരിച്ചോളാം. ഞാൻ വരുമല്ലേ, എന്നെ കാക്കണ്ട, ഞാൻ വരുമല്ലേ പറഞ്ഞ എന്താ തുറന്ന് പറഞ്ഞൊന്നുമില്ല. എന്ത് പേടിക്കാൻ അല്ലെങ്കിൽ പേടിക്കണ്ടല്ലേ മക്കളെ, എന്താ ഞാൻ വരും എന്നെ കാക്കണ്ട, ഞാൻ വരുമല്ലേ. ഇനി പോട്, ധൈര്യം വെച്ച് പോട്. ഇതെന്തെന്നാ ഇത്? പോടണോ? ഒരു ബേജാറ് എനിക്ക് വേണ്ടേ? ഇല്ല, നിനക്കൊരു പൈസ അങ്ങനെയല്ല, ബേജാറായിട്ടല്ല ഞാൻ പറഞ്ഞതാ. എന്തെന്നാ ഞാൻ പോട്ടെ, എന്താ ചാത്തോട്ടനല്ലേ ഒരു ബേജാറ് എനിക്ക് വേണ്ടേ? അതല്ല പോട് പോട്, ഒന്നുമില്ല. പിന്നെ മിസ്റ്റേക്കോ മോങ്ങത്തല്ലായിരുന്നു ഒരു മനുഷ്യൻ പേടിച്ചോണ്ട് പോകണ്ട. എല്ലാ കുഞ്ഞും എന്ത് കൊടുക്കാൻ തരുവ വിട്ട നാളെ രാവിലെ കാണണേന്ന് പറഞ്ഞ ഒരു ബേജാറ് എനിക്ക് വേണ്ടേ? ഇല്ലാന്ന് വിറയ്ക്ക് വല്ലാതെ മടക്കി പിടിക്കല്ലേ? ഇല്ല മടക്കി പിടിക്കല്ലേ, ഞാൻ അത് രാവിലെ കാണണേന്ന് പറഞ്ഞു. ഒറ്റക്ക് വായിക്കണതാ. പട്ടണത്തിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെ കൊടും വനാന്തരം. ആ വനാന്തരത്തിന് നടുവിലായൊരു പഴയ നാലുകെട്ട്. പട്ടാപ്പകൽ പോലും അതുവഴി നടക്കാൻ ആളുകൾ ഭയപ്പെടുന്നവരെ. ഈ കൊട്ടാരം ലക്ഷ്യമാക്കി ഒരു ബൈക്ക് നിലനിൽപ്പാടിക്കൊണ്ടേയിരുന്നു. ബൈക്കിൽ നിന്ന് ഒരു മനുഷ്യൻ
രൂപത്തിലായിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിന്റെ വീടുകൾ പലർക്കെ തുറക്കുകയാണ്. അദ്ദേഹം പതുക്കെ അകത്തേക്ക് നടന്നെടുക്കുമ്പോൾ ആ കൊട്ടാരത്തിലെ പഴയ ഘടികാരത്തിൽ മണി 12 അടിച്ചു. ഒരുപറ്റ കൊപ്പാടുകൾ അദ്ദേഹത്തിന് നേരെ കീറിയെടുത്തു. അദ്ദേഹം കൊട്ടാരത്തിന്റെ ഓടിപ്പടികൾ തമിഴ്ക്കയറി. എവിടെ നിന്നോ ഒരു സ്ത്രീയുടെ നേർത്ത ദീനരോധനം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കിട്ടു. ആ രോധനം ശ്രദ്ധിച്ചുകൊണ്ടു. ഈ സമയത്ത് അയാൾ അറിയാതെ ഒരു കറുത്ത രൂപം അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാൾ കൈവിട്ടു. തുള്ളി വെക്കട പൈസ കാണുന്നില്ല. മുമ്പത്ത് മൂത്ര വെച്ചിട്ട് മണ്ണ് പയച്ചു തീർച്ചാൽ മതി. അതിന് മൂത്രം വരണ്ടേ? എന്താ ചെയ്യുന്നു? 28 രൂപ ബസ്സാനേറ്റോ വാങ്ങിച്ച വരാം. മുമ്പത്ത് കൂടാ അടുത്ത പരിപാടി